ശാസ്ത്രത്തെ പറ്റി പറയാനാണ്. ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ 100 പ്രായലെടുത്താൽ 100-ൽ 100 വിജയിക്കണമെന്നുള്ളതാണ്. പക്ഷേ 100-ൽ 95 വിജയിച്ചാൽ അത് ശാസ്ത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാ ചികിത്സകളും സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആണ്, ശാസ്ത്രീയമായി ശരിയല്ല. അതായത് നമ്മൾ റോക്കറ്റ് മുകളിലോട്ട് 100 പ്രാവശ്യം വിട്ടാൽ അതിലെ 90 പ്രാവശ്യം മുകളിലോട്ട് പോകും, 10 പ്രാവശ്യം താഴേക്ക് വരും എന്ന് പറയുന്ന ശാസ്ത്രമില്ല. അപ്പൊ അത് തെറ്റാണെന്നല്ല പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്, സയന്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റാണോ ഡോക്ടറെ? അദ്ദേഹം പറയുന്നത് അവിടെ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. ഈ തിയറീസിനൊന്നും അക്സെപ്റ്റൻസ് കിട്ടാത്ത എന്തുകൊണ്ടാണെന്നുള്ള നമ്മളൊന്ന് ആലോചിക്കണം. പറയുന്ന കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ അതില് ഒരു അക്സെപ്റ്റൻസ് വരാത്തത് അത് പ്രൂവ് ചെയ്യാത്തതുകൊണ്ടാണ്. എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റുലേഷൻസ് ആയിരിക്കും, അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പോസിസ് ആയിരിക്കും. അതല്ലാതെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് നമ്മുടെ കേരളത്തില് ആയുർവേദ ഡിസ്പെൻസറികളുണ്ട്, ഗവൺമെന്റ് തലത്തില് ഹോമിയോ ഡിസ്പെൻസറികളുണ്ട്, അതേപോലെ തന്നെ അലോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അവരുടെ ചോയ്സിന് വിട്ടുകൊടുക്കുക, ആൾക്കാർ തീരുമാനിക്കട്ടെ. ഈ മോഡേൺ മെഡിസിൻ്റെ ഒപ്പം ഒരുമിച്ച് വേണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം അത്ര നമുക്ക് ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മുടെ ഇവിടെ. ഇതാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഡോക്ടറെ? അന്യ സംസ്ഥാനത്ത് ഇത് ഒന്നിച്ച് ഒരേ ലൊക്കേഷനിൽ പ്രവർത്തിച്ചെന്ന് പറയുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായെങ്കിൽ മനുഷ്യ എടുക്കാമല്ലോ. ഗുണമെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ ആലോചിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആയുർവേദ ചികിത്സ വേണ്ടവര് ആയുർവേദ ചികിത്സക്ക് പോട്ടെ, ഹോമിയോപ്പതി ഓരോരുത്തർ. നമ്മുടെ ജനങ്ങൾക്ക് ഏത് ചികിത്സയും ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള വിവരവും ബോധവും ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട ഇവരോട് ഒരു ഇഷ്ടക്കേടുണ്ടോ? നമ്മൾ വളരെ സന്തോഷം. ഇതെല്ലാം ചോദിച്ചേ. ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.